അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ നോമ്പിന് നമ്മുടെ വിപണികളിൽ കടകളിൽ ഇറങ്ങുന്ന ഫ്രൂട്ട്സുകൾ മിക്കതും വലിയ മാരകമായ വിഷം അടിച്ച് ചേർത്തുകൊണ്ടാണ് കടകളിൽ വിൽക്കാൻ വച്ചിരിക്കുന്നത്. ഈ ഫ്രൂട്ട്സുകളാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളും കഴിക്കുന്നത്. ഓർക്കുക, ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ഡോക്ടർമാരൊക്കെ പറയാറുണ്ട്, ഫ്രൂട്ട്സിലൂടെ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിനും പോഷകങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന്. ഓരോ ഫ്രൂട്ട്സിനും വ്യത്യസ്തമായ പോഷക ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ വിപണികളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സുകളിൽ ഭൂരിഭാഗവും നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുന്നത് മാരകമായ വിഷമാണ്. ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഗുണങ്ങളെക്കാളും ഉപരി നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുന്ന വലിയ വിഷമാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത്. പ്രത്യേകിച്ച് നോമ്പ് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയും വെള്ളവും കഴിച്ച ശേഷം പിന്നെ കഴിക്കുന്നത് ഈ ഫ്രൂട്ട്സുകളാണ്. അഥവാ വെറും വയറ്റിലേക്കാണ് ഇത്തരം മാരകമായ വിഷമടങ്ങിയ ഫ്രൂട്ട്സുകൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത്. അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള അസുഖങ്ങൾക്ക്, മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മിക്ക വീടുകളിലും ജോലി ഭാരം കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ രാവിലെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, അവര് വൈകുന്നേരം ഏതായാലും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, അവര് 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് കടയിൽ നിന്ന് ഫ്രൂട്ട്സുമായിട്ട് വീട്ടിലുള്ള ആണുങ്ങൾ വരുമ്പോൾ നേരെ നമ്മുടെ ചെറിയ മക്കൾ ഈ ഫ്രൂട്ട്സ് എടുത്ത് അവർ കഴിക്കും. അവരുടെ വയറ്റിലേക്കും ഒരുപക്ഷെ ഈ രാവിലെ ചെന്ന ഭക്ഷണത്തിന് ശേഷം വെറും വയറ്റിലേക്ക് പിന്നെ ചെല്ലുന്നത് ഈ മാരകമായ വിഷമടിച്ച ഈ ഫ്രൂട്ട്സുകളാണ്. പ്രത്യേകിച്ച് ബത്തക്ക, തണ്ണിമത്തൻ. ഈ തണ്ണിമത്തനിലൊക്കെ ധാരാളം കെമിക്കൽ അടങ്ങി അതിനുള്ളിലേക്ക് അടിച്ച് കയറ്റിയിട്ടാണ് നമ്മുടെ കടകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇത് കാലങ്ങളോളം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് ഇതിലേക്ക് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ ചുവപ്പ് കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ തണ്ണിമത്തന്റെ അകത്തേക്ക് മാരകമായ വിഷമടങ്ങിയ ഇഞ്ചക്ഷനുകൾ കുത്തിവെച്ചുകൊണ്ടാണ് നമ്മുടെ കടകളിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഭക്ഷണം, ഈ ഫ്രൂട്ട്സുകൾ, അതിന്റെ തൊലി ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഭാഗങ്ങൾ മൃഗങ്ങൾക്ക് പോലും, നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കന്നുകാലികൾ, ആട്, മാട് തുടങ്ങിയ സാധനങ്ങൾക്ക് പോലും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ ജീവന് വരെ ഇത് അപകടമാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയും, ഉള്ള കച്ചവടം കൂടി മുട്ടിക്കുകയാണോ എന്ന്. ഉള്ള കച്ചവടം മുട്ടിക്കുകയല്ല. ഈ നോമ്പ് തുടങ്ങിയ സമയത്ത് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഇതുപോലെ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും ഈ വർഷത്തെ നോമ്പ് തുടക്കത്തിലോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടോ നോമ്പ് തുറന്നതിന് ശേഷം വയറുവേദന, അതുപോലെ തന്നെ വയറ് സ്തംഭനം, അതുപോലെ തന്നെ ലൂസ് മോഷൻ, അതുപോലെ തന്നെ വയറ് സംബന്ധമായ പല അസുഖങ്ങളും പെട്ട ആളുകൾ അല്ലെങ്കിൽ അത്തരം രോഗങ്ങൾ പിടിപെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിഷം നമ്മുടെ അകത്തേക്ക് ചെന്നതിന്റെ കാരണം കൊണ്ടുണ്ടാകുന്ന ഫുഡ് പോയ്സൺ ആണ്. മിക്ക ആളുകൾക്കും നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പ് തുറന്ന ഉടനെയുള്ള നിങ്ങളുടെ ഈ ഫ്രൂട്ട്സ് തീറ്റ പരമാവധി ഒന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് എന്താണ്, നോമ്പ് തുറന്ന് ബാങ്ക് കൊടുത്താൽ നമ്മൾ ആദ്യം തന്നെ ഈത്തപ്പഴവും അതുപോലെ തന്നെ പച്ചവെള്ളം കുടിക്കണം. ഒരിക്കലും നിങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കരുത്. അതിനേക്കാളും വലിയ ഡേഞ്ചറാണ് നാരങ്ങ വെള്ളം എന്ന് പറയുന്നത്. നാരങ്ങ വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളവും നിങ്ങൾ ഈത്തപ്പഴവും ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നു. ശേഷം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് ധാരാളം ഫ്രൂട്ട്സുകൾ കഴിക്കും. ഇതൊരിക്കലും ചെയ്യരുത്. ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ, ഭക്ഷണമായിട്ടുണ്ടാക്കിയ പത്തിരിയോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾ തിന്നുക. വെള്ളം കുടിച്ച്, ഈത്തപ്പഴം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതിന് ശേഷം, വയറ് നിറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ അല്പം
ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ പൊരിക്കടി, പണ്ടൊക്കെ പറഞ്ഞു പൊരിക്കടി വലിയ ഡേഞ്ചറാണെന്ന്. പൊരിക്കടിയേക്കാളും, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൊരിക്കടിയേക്കാളും ഡേഞ്ചറാണ് ഇപ്പോൾ നമ്മുടെ കടകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സുകൾ. അതുകൊണ്ട് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കരുത്. ചില വീടുകളിലൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ കഴുകാതെ, ഈ മുന്തിരി അതുപോലെ തന്നെ മറ്റുള്ള ഫ്രൂട്ട്സുകളൊന്നും കഴുകാതെ തന്നെ നേരെ മക്കൾക്ക് കൊടുക്കുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾ ആ കൊടുക്കുന്നത് വിഷമാണ് മക്കൾക്ക്. അതുകൊണ്ട് ചെറിയ മക്കൾക്ക് നിങ്ങൾ പരമാവധി നന്നായി കഴുകി നമ്മുടെ കല്ലുപ്പ് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൽ ഫ്രൂട്ട്സ് കഴുകിയതിന് ശേഷം മാത്രമേ മക്കൾക്ക് ഫ്രൂട്ട്സ് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. മുതിർന്നവരായാലും നോമ്പ് തുറന്ന ഉടനെ തന്നെ വെറും വയറ്റിലേക്ക് നിങ്ങൾ ഈ വിഷം നിങ്ങൾ കയറ്റരുത്. ഈ നോമ്പിന് ശേഷം നമുക്ക് ധാരാളം ആളുകൾക്ക് പല നിലക്കുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഈ നോമ്പ് കഴിഞ്ഞിട്ടാണ് പല അസുഖങ്ങളും തുടങ്ങുന്നത് തന്നെ. അതിന്റെ ഒക്കെ കാരണം ഇതാണ്, ഇത്തരം മാരകമായ വിഷം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. ഇത് നമ്മൾ ഭക്ഷണത്തിന് പുറമെ കഴിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഈ വയറെന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ കാലിയായി കിടക്കുന്ന ഈ വയറ്റിലേക്ക് ആദ്യം തന്നെ ചെല്ലുന്നത് ഈ വിഷമാണ്. അത് നിങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്താണോ, പത്തിരിയാണോ അല്ലെങ്കിൽ ദോശയാണോ, അത് ആദ്യം കഴിക്കുക. അതിന്റെ മേലെ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോ, യാതൊരു കുഴപ്പമില്ല. വെറും വയറ്റിലേക്ക് നിങ്ങൾ ഈ വിഷം കയറ്റരുത്. പ്രത്യേകിച്ച് മക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത് എന്ന് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഈ വിവരം നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഉള്ളവരുടെ കച്ചവടം പൂട്ടിക്കുകയല്ല, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മനുഷ്യന്മാരിവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ഈ കച്ചവടം നടക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.